ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുവാനാണെങ്കിൽ അപ്പൊ ഗൈസ്, നമ്മൾ പാലക്കാട് റിസോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ മൂന്നാറ്. അപ്പൊ നമ്മൾ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ച്. നമ്മളിപ്പോ ഉള്ളത് മാട്ടുപ്പെട്ടി പിന്നെ ബോട്ടിങ്ങിന്റെ അവിടെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തു, ഉള്ളിൽ കയറി. ഒരാൾക്ക് 40 റുപ്യ, വലിയവർക്ക് കുട്ടികൾക്ക് 20 റുപ്യയും ടിക്കറ്റാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ എന്തൊക്കെയോ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ കയറും, പോയി വെക്കുക വരെ. ഇവിടുത്തെ മാട്ടുപ്പെട്ടി ഡാമിൽ ബോട്ടിലിറങ്ങാൻ കഴിയൂല, അത് പാളി. കാരണം ഇവിടെ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ വെയിറ്റിങ്. അത് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നാൽ നമ്മൾ വീട്ടിൽ പോല് ഇല്ലാണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഡാമും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇല്ലാണ്ടാണ് ബോട്ട് പോലെ. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കണ്ട് നമ്മൾ നേരഞ്ഞ് ഇവിടുന്ന് വീട്ടിൽ പോവാണ്. നല്ല തിരക്ക് അവിടെ, അതുണ്ടോ കേട്ടോ. രണ്ടാളും പാർക്കിലും ബോട്ടിലൊന്നും കയറാൻ പറ്റാതെ തെറ്റി കുത്തിർക്കുക കണ്ടല്ലേ. ഷെൻസൊക്കെ ഇതാക്കണേ തെറ്റി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാക്കുന്നുണ്ടോ മാട്ടുപ്പെട്ടി ഡാമിൽ കൂടെയാണ്, ഡാമിൽ കൂടെയാണ് നമ്മൾ പോണത് അല്ലേ. അയ്യോ പൊളി, ഭയങ്കര 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 എന്താ പറയുക, കൺജസ്റ്റഡ് ആണ് ഇതിൽ കൂടെയുള്ള യാത്ര. ആളുകൾ നടക്കും, അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി വരും. കുറേ ആൾക്കാർ ഇതുമ്പോൾ നിന്ന് ഫോട്ടോ എടുക്കും. അടിക്ക് നോക്കിയാ മര വലത്തെ ഇടത്തെ ഭാഗത്തേക്ക്. അപ്പൊ ഗൈസ്, നമ്മള് ഹോംലി ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഉച്ചക്കത്തെ ഫുഡ് നമ്മളൊരു വീട്ടിലെ ഒരു ഊണ്, വഴിയിലൊരാൾ ബോർഡ് മുടിച്ചിക്കണ കണ്ട് അത് കഴിക്കാൻ പോവാണ്. അപ്പം ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് നോക്കാം. മുന്നത്തെ അതൊന്ന് കണ്ടിട്ട് വാവ്, അടിപൊളി. ഇത് പൊളിക്കും. ഭക്ഷണം രസമില്ലെങ്കിലും ആംബിയൻസ് അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് ഇതാക്കണേ, ഈ ഏട്ടനാണ് നമ്മളെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങിപ്പോയി നോക്കാം. ഇവിടെ എന്താ വെള്ളം, എന്തോ അരുവി എന്തോ ഉണ്ടോ? ശരി. നല്ലൊരു വീട്ടിലെ ഫുഡ്. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അരിയാണിത്, നാടൻ. ചിക്കൻ 65 ഉണ്ട്, മീനുണ്ട്, പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റാഹത്തായി. വയറ് ഫുള്ളാകുമ്പോഴുള്ള ഒരു ക്ഷീണമുണ്ടല്ലോ, ആ ക്ഷീണമാണിപ്പോൾ. ഇതൊക്കെ വെറും ചോറ് എന്ന് പറഞ്ഞ സാധനം തിന്നാത്ത ആളാ. അവനൊക്കെ നല്ല ചോറ് തിന്നു ഇല്ല. ഇതോ ചോറുന്നില്ലേ? അങ്ങനെ മൂന്നാറിൽ നല്ല മഴയാണ് കേട്ടോ. അടിപൊളി മഴ കിട്ടി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വണ്ടി കയറി. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫോട്ടോ എടുക്കാൻ കുറച്ച് സമയം നമുക്ക് കിട്ടി. അയ്യോ, കാലാവസ്ഥ ഇതാണ് വല്ല എന്തോ ഒരു പരിപാടി. തലയിൽ ചെടിച്ചട്ടി വെച്ച് അതിന്റെ തുമ്പത്ത് നാരങ്ങയൊക്കെ ഉണ്ട്. വല്ല അമ്പലത്തിലുള്ള എന്തോ പരിപാടിയാണ് പറഞ്ഞത്. ഇത് തമിഴ്നാടല്ല കേട്ടോ, തമിഴ്നാട് കേരള ബോർഡറാണ്. എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗൈസ്. ഇത് കണ്ടങ്ങള് ഫുൾ ബ്ലോക്ക്, ട്രാഫിക് ബ്ലോക്ക് കുറേ സമയമായിട്ട്. ഇതാ വണ്ടിയിൽ ഉണ്ടോ, കുറേ സമയമായിട്ട്
ഭയങ്കര ട്രാഫിക്. മൂന്നാർക്കും ഊട്ടിക്കും ചുരം കയറുമ്പോഴൊക്കെ നമ്മളിങ്ങനത്തെ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ ഒന്ന് കയറുക, ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ഫറലാണ് അല്ലേ? അല്ലേ ഇത് എനിക്ക് ഫോട്ടോ എടുക്കണോ? എങ്ങനെയുണ്ട് തേയില തോട്ടങ്ങള്? യെസ്സോ? എന്ത് ചോദിച്ചാലും ബോസിന് ഒരു യെസ് ഉണ്ട്. പൂവല്ലേ? യെസ്. പേരല്ലേ? യെസ്. നോക്കല്ലേ? യെസ്. എങ്ങനെയുണ്ട്? യെസ്. തന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രകൃതി രമണി എന്ന് പറഞ്ഞാ? വെള്ളച്ചാട്ടം ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? നല്ല തണുപ്പ്. വെള്ളച്ചാട്ടം അവിടെ കണ്ടോ? അവിടേക്ക് നോക്ക്, നേരെ മേലെ കണ്ടോ? അങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അടിപൊളിയാണ്. ഇപ്പൊ മൂന്നാറ് മഴ തുടങ്ങിയതല്ല, മഴ ഇന്നലെ ഇന്നൊക്കെ മഴ പെയ്തിന് കേട്ടോ. എന്തായാലും മൂന്നാർക്കൊക്കെ വരാൻ പറ്റിയ സമയമാണെന്ന് തോന്നുന്നു. ഇപ്പൊ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കണ്ടോ? രോമം തണുത്തിട്ട്. അങ്ങനെ നമ്മൾ ഇതാക്കണുണ്ടോ, മറയൂർ ഫോറസ്റ്റിക്ക് കയറുകയാണ്. മറയൂർ ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ ആനയോ പുലിയോ കടുവയോ എന്തെങ്കിലുമൊക്കെ വരുമെന്ന പ്രതീക്ഷയോട് കൂടി നമ്മൾ ഇതാക്കുന്ന ഫോറസ്റ്റിക്ക് കയറുകയാണ്. ഒരു കുരങ്ങനെങ്കിലും കണ്ടാല് മതിയായിരുന്നു. ഞാൻ മാത്രം കണ്ടില്ല എന്നാല്. അതെ, കുരങ്ങനല്ലേ നമുക്ക് വേണ്ടത്. കുരങ്ങനൊക്കെ നമുക്ക് സുലഭമാണ്. ഈ വണ്ടീന്റെ ബാക്കിൽ തന്നെ ഉണ്ട് 3-4 ഇതിലാകെ പിന്നെ പുലിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇതാക്കണ് ഫോറസ്റ്റ്. നമ്മളിങ്ങനെ ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ മന്ദം വന്യമൃഗങ്ങൾ വരുമെന്ന പ്രതീക്ഷയോട് കൂടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ 6 മണിയായി, കറക്റ്റ് ടൈമാണ്. പക്ഷെ റോട്ടുമ്മക്കൊന്നും കയറൂലെന്ന് തോന്നുന്നു. കാരണം റോട്ടിൽ ഇവിടെയൊക്കെ വേലി വെച്ചിട്ടുണ്ട്. 2 ഭാഗവും വേലി കൊണ്ട് അറുത്തക്കണ്. ഓക്കെ, ആക്സിഡന്റ് ചവിട്ടി കൊടുക്കാം. ഗൈസ്, നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിട്ടോ. കാരണം നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റ് ഇപ്പം തുടങ്ങണുള്ളൂ. ഇപ്പോൾ നമ്മൾ കേരള ബോർഡറിലാണ് ഉള്ളത്. ഇവിടെ ഒരു 16 കിലോമീറ്ററും അത് കഴിഞ്ഞിട്ട് തമിഴ്നാടിൻ്റെ ഒരു 20 ചില്ലാനം കിലോമീറ്ററും ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. വല്ല പുലിയോ വല്ല ഇതോ വന്നാൽ ഞാൻ കിട്ടുകയാണെങ്കിൽ കാണിക്കണ്ട്. ഓക്കെ, ഗൈസ്, അസാധ്യ കാറ്റാട്ടോ. ഉണ്ടോ? ഇടിയൊക്കെ വിട്ടുന്നുണ്ട്. കാറ്റ് നിന്നോ? നമ്മളിപ്പോൾ ക്യാമറ എടുത്ത പോക്കിന് എന്ത് പരിപാടിയാ? അപ്പം വരും ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തമിഴ്നാട് ഫോറസ്റ്റിലാട്ടോ. നമ്മൾ നേരത്തെ ഇരുന്നൊരു പന്നീനെ കണ്ട്, അത് മലയാളി പന്നീനി. ഇപ്പോൾ നമ്മൾ ബോർഡർ ചെക്ക് പോസ്റ്റിൽ നമ്മളെ പേരുന്നൊക്കെ കൊടുത്ത് നമ്മൾ കടന്ന് തമിഴ്നാട് കടന്നപ്പോൾ ആണെങ്കിലോ ഭയങ്കര മഴ. നേരത്തെ ഒരു കാറ്റ് കാണിച്ച് നിന്ന്, പക്ഷെ നിങ്ങൾ കണ്ടില്ല, ഞങ്ങൾ കണ്ട്. ക്യാമറ എടുത്തപ്പോൾ കാറ്റ് നിന്ന്, പക്ഷെ നല്ല മഴ, കണ്ണ് കാണാത്ത മഴ. ഭക്ഷണം കഴിക്കാൻ ഏതൊക്കെയാണ് കിടന്ന് ഉറങ്ങണത്? ഏതു അറിയണല്ല. എന്താ വേണ്ടി? എന്താ വർക്ക്? ഇത് തുറക്കണ്. അങ്ങനെ ഫുഡ് എത്തി അല്ലേ? ഇതിന് ഉമ്മി വാരി കൊടുക്കും അല്ലേ? കുറച്ചുകൂടി കേക്ക് അവൻ കുറച്ച് ഛർദ്ദിച്ചില്ലേനു, അപ്പോൾ കുറച്ച് കേക്ക്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇതുകൊണ്ട് ഞങ്ങൾ സൈഡായിക്കണേ അല്ലേ? ഇതാക്കണ ഷെൻസു വണ്ടിക്ക് കയറണേ. ഓട്ടോക്കിയാ ഇനി ഉറങ്ങുകയാണ് എന്നാ പറഞ്ഞത് അല്ലേ? ഇത് ഡോർ ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിഞ്ഞ്
ഞങ്ങളൊക്കെ ഉറങ്ങാൻ പോകും. ഇനി നാദിര വണ്ടി ഓടിച്ചോളും, നല്ല ക്ഷീണമുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നമ്മളെ യാത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ തീർന്ന്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും